ചെടികളെ കുറിച്ച് നൂറ് നൂറ് അറിവുകളുമായി എന്റെ കൂടെ നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. നാട്ടുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട വൈദ്യരായിരുന്നു. ആദരണീയരായ ജനങ്ങൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായ എന്റെ ഉപ്പുപ്പയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ജനിക്കും മുമ്പേ തന്നെ എന്റെ വരവിനായി ഏറെ കൊതിച്ചൊരാളായിരുന്നു എന്റെ ഉപ്പുപ്പ. കൊല്ലവർഷം 1190 ധനുമാസം 19-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. പ്രസവ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ മൂലം ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാത്ത ദിവസങ്ങൾ. എല്ലാവരും തളർന്നു പോയി. ഭയപ്പെടേണ്ട, അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഏവർക്കും കരുത്തായി താങ്ങായി തണലായി ഒരാൾ നിലകൊണ്ടു. എന്റെ ഉപ്പ. ഉമ്മ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം എനിക്കറിയാം. അതിന് അടിപറയുന്ന സംഭവങ്ങളാണ് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. വീട്ടിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മണ്ണിലേക്ക് ആഴത്തിൽ വീടുകൾ താഴ്ത്തി വളർന്ന ഒറ്റ മരമായി അദ്ദേഹം നിലകൊണ്ടു. ഏവർക്കും ആശ്രയവും അഭയവും തണലും തണുപ്പും നൽകി. എനിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവ് വെച്ചപ്പോൾ മുതൽ ഞാനും ഉപ്പുപ്പയും ഒരുമിച്ചാണ്. അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹായിയായി എന്റെ കൂടെ കൂട്ടും. കഥകൾ പറയും, കളിക്കും. പ്രായക്കൂടുതലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും വേദനയും നേരിടുമ്പോഴും ചിരിക്കുന്ന മുഖത്തോടെയല്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പാരമ്പര്യമായി ഒരു വൈദ്യ കുടുംബമാണെന്റേത്. ചികിത്സക്കായി പലയിടങ്ങളിൽ നിന്നും ആളുകൾ എത്തുമായിരുന്നു. അതിൽ പലതരക്കാരുണ്ടാകും. ഏവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്റെ ഉപ്പ. വീർത്ത് കെട്ടിയ മുഖവും നീങ്ങുന്ന മനസ്സുമായി അദ്ദേഹത്തെ കാണാൻ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ ചിരിച്ച് കളിച്ച് പ്രസന്നവദനായി പോകുന്നതിന്റെ ഇന്ദ്രജാലം എന്താണെന്ന് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ മനുഷ്യരും ആത്യന്തികമായി സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, പരിഗണനയാണ് ആഗ്രഹിക്കുന്നത്. അതവർക്ക് കൊടുക്കുക, അതോടെ പാതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. എത്ര ശരിയാണ്. നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കാൻ ബഹുമാനിക്കുവാനുള്ള മനസ്സുണ്ടാകണം മനുഷ്യന്. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ആദ്യ പാഠം അതായിരുന്നു. കിടക്കൾക്ക് മുമ്പേ അദ്ദേഹം എഴുന്നേൽക്കുമായിരുന്നു. അതോടെ തുടങ്ങുന്ന ദിനസരികളെല്ലാം കൃത്യമായിരുന്നു. വ്യായാമ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നു. വൃത്തിയും വെടുപ്പും അടക്കും ചിട്ടയും അദ്ദേഹത്തിന്റെ മുഖമുദ്രകളായിരുന്നു. ദിവസേന 3 പത്രമെങ്കിലും വായിക്കും. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും വായിക്കുകയും വീട്ടു സദസ്സിൽ ചർച്ച ചെയ്യുകയും പതിവായിരുന്നു. ഞാൻ ആദ്യമായി അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയൊരു സദസ്സിലാണ്. ആദ്യം വായിച്ച ഉണ്ണിക്കുട്ടന്റെ ലോകം ഉപ്പുപ്പയുടെ സ്നേഹ സമ്മാനമായിരുന്നു. കുട്ടികളിങ്ങനെ വെറും പുസ്തക പുഴുക്കളായി ചടഞ്ഞു കൂടിയിരിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ എന്റെ സഹോദരനും ഒപ്പം ഏറെ ഉത്സാഹത്തോടെ കാൽപന്ത് കളിക്കാൻ ഇറങ്ങുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് കുട്ടികളുടെ കൗതുകവും ഉത്സാഹവും നിറഞ്ഞിരിക്കും. ഒത്തൊരുമയോടെ ഉണ്ടാകുന്ന ജയവും അപ്രതീക്ഷമായ തോൽവിയും ഉൾക്കൊള്ളാൻ പന്തുകളെ നമ്മെ പഠിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓരോ പരാജയവും വലിയ പാഠം പകർന്നു തരുമെന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ, വിശ്വാസങ്ങൾ, സാങ്കേതിക വിദ്യകളെല്ലാം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനായിരുന്നു. മാറ്റങ്ങളെ ഉൾക്കൊള്ളാത്തവൻ മനുഷ്യനല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മതം. പ്രിയപ്പെട്ടവരെ, യാത്രകളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു യാത്രക്ക് പോയിരിക്കുന്നു. പക്ഷേ ഞാൻ